തിരുവനന്തപുരത്തെ വലിയ ടൗണുകളിലൊന്നായ പോത്തങ്കോട് ലൊക്കേഷനിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം ദൂരത്തിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം കൂടാതെ ഹോം തിയേറ്ററുള്ള വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടോട്ടലി ലാൻഡ് ഏരിയ വരുന്ന 5 സെൻറ്റാണ്. 5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഈ വീടിന് ചോദിക്കുന്ന വില 86 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്. ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് കിണർ നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് ഏരിയ. അല്ല ചെയറൊക്കെ ഉള്ള സ്പേസുള്ള വലിയ സിറ്റ് ഔട്ടാണ്. ഇവിടെ ആയിട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്തായിട്ട് ടൈൽ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ജനലെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വിച്ച് ബോർഡ് ആങ്കർ എന്ന ബ്രാൻഡാണ്. വലിയ ഡോറും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നേരെ ഒന്ന് ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. വലിയ ടി വി യൂണിറ്റ് ഏരിയയാണ്. അതിൻ്റെ പുറകിലായിട്ടും കാണാം ഗോൾഡൻ സ്ട്രിപ്പുകൾ. കൂടാതെ WPC ആണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബേസ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നിഷ് പോലെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഡെക്കോറൊക്കെ വയ്ക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അതിലെല്ലാം പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ബോക്സി ആയിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം GM എന്ന ബ്രാൻഡാണ്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ഏരിയയാണ്. ഫാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് അടുത്ത ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് അതുകൊണ്ട് തന്നെയാണ് സിമ്പിളായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പിലുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബോക്സി ആയിട്ടുള്ള സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ സിമ്പിളായിട്ടുള്ള വോൾ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം ഒരു ഗോൾഡൻ സ്ട്രിപ്പൊക്കെ വെച്ചിരിക്കുന്നത്. ഒരു ഗോൾഡൻ തീമാണ് മൊത്തത്തിലും. ഇവിടെ ആയിട്ട് DB നൽകിയിട്ടുണ്ട്. അതെല്ലാം V-Guard എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്നിടത്ത് വാഷിംഗ് യൂണിറ്റിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒതുക്കിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് WPC പാനലൊക്കെ കൊടുത്താണ് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മിററിൽ നമുക്ക് ടച്ച് ചെയ്ത് കളർ ചേഞ്ച് ആവുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് യൂണിറ്റ് കാണാം. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇവിടുത്തെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ആർച്ച് കൊടുത്തിരിക്കുകയാണ്. അത് മൾട്ടിവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തായിട്ട് പോയിന്റ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി കിച്ചണിലേക്ക് വരാം. ആ ഒരു ഡൈനിങ് ഏരിയയിൽ കണ്ട അതുപോലെ തന്നെയാണ് ആ ഒരു ഗോൾഡൻ സ്ട്രിപ്പാണ് ഇവിടെ എല്ലാം നൽകിയിരിക്കുന്നത്. ഗോൾഡൻ തീമിലുള്ള പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഗോൾഡൻ പ്രൊഫൈൽ ഹാൻഡിലാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് ആണ്. നമുക്ക് ബേസ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു മിഡ് ക്യാബിനറ്റിലാണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉള്ള മിഡ് ക്യാബിനറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഗ്ലെൻ എന്ന ബ്രാൻഡാണ്. ഹുഡ് ഹാൻഡ് ഗിസർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണമെങ്കിൽ ഓൺ ആവുന്നതാണ്. അതിൻ്റെ സ്പീഡ് കൂടണമെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ ഒന്നും കൂടെ ആയി കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നതാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഹാൻഡ് ഗസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്പീഡ് കുറഞ്ഞു, രണ്ടാമത്തെ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവുന്നതാണ്. ഇത് 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഹാൻഡ് ഗസ്റ്റർ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൈ കൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പീഡ് കുറയ്ക്കാനെ കൊണ്ടെല്ലാം നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് ചെയ്യാം. അതിൽ ഓഫ് ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് ഗസ്റ്റർ കൊടുത്ത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഹോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഗ്ലെൻ ബ്രാൻഡ് തന്നെയാണ്. ടഫൺ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വാറണ്ടി ഉള്ളതാണ്. സിങ്ക് കൊടുത്തിട്ടുണ്ട്. സിങ്ക് പോലും ഒരു ഗോൾഡൻ തീമിലുള്ള സിങ്കാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. നമുക്ക് ഈ റൂമിലേക്ക് പോകുന്ന ഒരു ഫോയർ എന്ന റൂമിലേക്ക് പോകുന്ന വലിയൊരു ഫോയറാണ്. അതിൻ്റെ മുകളിലായിട്ടും WPC പാനൽ കൊടുത്തിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിനകത്തായിട്ട് തന്നെ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ ഈ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ലിവിംഗ് മുതൽ ഡൈനിങ് വരെ കംപ്ലീറ്റ് സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. ജിപ്സം സീലിംഗ് ആണ്. ഇനി ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കോർഡിയാർഡ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഫിഷ് പോണ്ടോടെ അങ്ങനെ ആക്കാം. അതെല്ലാം പെബിൾസൊക്കെ ഇട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ ആക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ പോലത്തുള്ള ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. അവിടെ ആയിട്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാറ്റി പോലെ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. പെബിൾസൊക്കെ ഇട്ട് ചെറിയൊരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സൺലൈറ്റ് കൂടി കിട്ടുന്നതാണ്. അതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ആ രീതിക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഭിത്തി മുഴുവനായിട്ടും ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺ പോലെ രീതിയിലുള്ള ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടും 3-way ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലേക്ക് പോകും. ഈ റൂം ഈ ഫോയർ എന്നാണ് റൂമിലേക്ക് വരുന്നത്. ഡോറും കട്ടളയും കതകും എല്ലാം ഒരു വൈറ്റ് തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് തേക്കിൻ്റെ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് തേക്കാണിത്. ഇനി വരുമ്പോൾ ഇവിടെ ആയിട്ടും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ജിപ്സം സീലിംഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതെല്ലാം ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോട്ടും കൂടെ ഉണ്ട് ഈ പെയിൻ്റ് ഇവിടെ. അതെല്ലാം ഫിനിഷ് ചെയ്ത് തരുന്നതാണ്.
അപ്പോൾ ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം സൊമാനി യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റും വാഷ് ബേസിനും എല്ലാം സൊമാനിയാണ്. ഇവിടെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സീലിംഗ് ഹൈറ്റിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ടാപ്പൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡാണ്. അവിടെ ഡൈവർട്ടറും കൊടുത്തിട്ടുണ്ട്. സോപ്പ് വയ്ക്കാൻ വേണ്ടി ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ SOC ഫാൻ കാണാം. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഹീറ്ററിൻ്റെ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഈ രണ്ടാമത്തെ റൂമിലേക്കുള്ള ഫ്ലോറിലേക്ക് വരും. ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്വിച്ച് ബോർഡ് കാണാം. അപ്പോൾ നമുക്ക് നേരെ വരുന്നത് രണ്ടാമത്തെ റൂമിലേക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പെയിൻറ്റിങ്ങിൻ്റെ, അതായത് പെയിൻറ്റിങ് ഒരു കോട്ട് കഴിഞ്ഞു. ഇത് ചെറിയ ഫിനിഷിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ. അതിനുള്ള പെയിൻറ്റ്സാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 2 വിൻഡോ കാണാം. അതുപോലെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിലും അതുപോലെ ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫാൻ നൽകിയിട്ടുണ്ട്. ഇവിടെയും തേക്കിൻ്റെ തന്നെയാണ് ഈ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. ഇവിടെ നോക്കുവാണെങ്കിലും സീലിംഗ് ഹൈറ്റ് ഒരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഫിറ്റിംഗ്സ് എല്ലാം സൊമാനിയും സെറയാനും യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വാഷ്റൂം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകും. 2 ബെഡ്റൂമും ഒരു ഹോം തിയേറ്റർ മുകളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് വരുമ്പം ഇവിടെ ആയിട്ടും പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മുകളിലേക്ക് സ്വിച്ച് കാണാം. ബെൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിലും GE ട്യൂബും അതുപോലെ CNC കട്ടിങ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഗ്രാനൈറ്റ് പോലുള്ള ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലാൻഡിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടൊരു മിനി ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. നൈറ്റിലൊക്കെ നല്ല രസമായി കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഹാങ് ലൈറ്റ് അതേ ഡിസൈനിലുള്ള ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് വിൻഡോ ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഷാൻലിയറിൻ്റെ മുകളിലായിട്ടും 4 പർഗോള കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് സൺലൈറ്റ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലേക്ക് പോകും. മുകളിലേക്ക് നേരെ വരുന്ന അപ്പർ ലോഞ്ചിലേക്കാണ്. ഈ ഒരു അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിലും അത്യാവശ്യം സ്പേസുള്ള അപ്പർ ലോഞ്ചാണ്. നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഹാൻഡ് റെയിൽസും ടഫൺ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്കൈ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അതുപോലെ മഴയൊക്കെ സമയം നല്ല വ്യൂ ആയിരിക്കും അത്. അതുപോലെ താഴേക്കുള്ള ഒരു വ്യൂ നോക്കുവാണെങ്കിലും അവിടെ പെബിൾസ് ഒക്കെ ഇട്ട് ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോൺ പോലുള്ള ഒരു ക്ലാഡിയെ കൊടുത്തുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുണ്ട്. കൂടാതെ തന്നെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്. കൂടാതെ ഹോം തിയേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോം തിയേറ്റർ കാഴ്ച കണ്ടിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകും. ഹോം തിയേറ്ററിൻ്റെ കട്ടളയും ഡോറും കൊടുത്തിരിക്കുന്നത് FRP ഡോറാണ്. നവരംഗ് എന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്നത് വലിയൊരു ഹോം തിയേറ്ററാണ്. സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ടായിട്ട് ഇവിടെയെല്ലാം 6.1 ആണ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെയാണ് സ്ക്രീനിൻ്റെ സ്പേസ് വരുന്നത്. ഇവിടെയെല്ലാം സ്വിച്ച് ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഹോം തിയേറ്ററാണ്. നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ജിപ്സം സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ ആയിട്ട് പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഭാഗത്തായിട്ടും അവിടെ എല്ലാം ഫ്രഞ്ച് വിൻഡോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമും. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ട അതേ സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻ നൽകിയിട്ടുണ്ട്. സാധാരണ വീട്ടിലൊക്കെ താഴെ മാത്രമേ ഇതൊക്കെ സീലിംഗ് ചെയ്യാറുള്ളൂ. മുകളിലേക്ക് അത് കാണാറില്ല. പക്ഷേ ഇവിടെ മുകളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലെ എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. എല്ലാം തേക്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും താഴെ കണ്ടതുപോലെ തന്നെയാണ്. ഫിറ്റിംഗ്സ് എല്ലാം സൊമാനിയും സെറയും തന്നെ യൂസ് ചെയ്യുന്നത്. അതിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. മുകളിലേക്ക് സീലിംഗ് ഹൈറ്റ് ഒരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഫിറ്റിംഗ്സ് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തേക്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് നോക്കുവാണെങ്കിലും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലും പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ബ്രാൻഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ബെഡ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. നൈറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് വാഷ്റൂം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം സൊമാനിയും അതുപോലെ സെറയാണ് യൂസ് ചെയ്യുക. ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് സെറയാണ്. അതുപോലെ സീലിംഗ് ഹൈറ്റ് ഇവിടെയും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. SOC ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിൻഡോ എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തു. അതുപോലെ ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള നല്ല ഗ്രിപ്പുള്ള ടൈൽസുമാണ് ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ വലിയ ബാൽക്കണിയാണ്. നല്ല സ്പേസുള്ള ബാൽക്കണിയാണ്. ഏകദേശം 13 അടി നീളമുള്ള ബാൽക്കണിയാണ്. 13 അടി നീളവും ഏകദേശം ഒരു 8 അടിയോളം വീതിയും വരുന്ന ബാൽക്കണിയാണ്. മുകളിലായിട്ട് കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുള്ള് ചുറ്റാക പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഹോം തിയേറ്ററിൻ്റെ വിൻഡോ ആണ് കാണുന്നത്. അത് സ്വിച്ച് ബോർഡ് കാണാം. അതുപോലെ ടൈൽസ് എല്ലാം നീറ്റായിട്ടുള്ള വൈറ്റ് കളറിലുള്ള ബ്രാൻഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ 5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും കൂടാതെ ഹോം തിയേറ്ററിന് വരുന്ന നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്വാളിറ്റി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 86 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.